അപ്പൊ നമ്മൾ ട്രെയിൻ ഇതാണ് കേട്ടോ. നോക്ക്, തേജസ് എക്സ്പ്രസ്. എങ്ങനെയുണ്ട് ഗൈസ്? നോക്ക്, ഇവിടെ സ്ക്രീനൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക്, മറ്റേ ടച്ച്. വെൽക്കം ബാക്ക് ടു ചാനൽ ഗൈസ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ എവിടെയാണെന്നുള്ളത് നോക്ക്, നമ്മൾ മുംബൈയുടെ CST റെയിൽവേ സ്റ്റേഷനിലാണുള്ളത് അല്ലേ. നമ്മളൊരു സ്ഥലം വരെ പോവല്ലേ ഹിബ? ഗൈസ്, നമ്മളെ കൂടെ മഹേന്ദ്ര സിംഗ് ഉണ്ട്. നമ്മളെ കൊണ്ടാക്കാൻ വന്നട്ടോ. നമ്മൾ ദോസ്തായി അല്ലേ ബൈ? മൂപ്പര് ഉറങ്ങാതെ നമ്മളെ കൊണ്ടാക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പൊ 5 മണി കേട്ടോ, രാവിലെ പുലർച്ചെ 5 മണിക്ക്. ഇപ്പൊ പുതിയ ട്രെയിനാണ് ഉള്ളത്. അത് എങ്ങോട്ടാ പോകണമെന്നൊക്കെ ഞങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ മഹേന്ദ്ര സിംഗ് ബൈ ജായക നെക്സ്റ്റ് ടൈം ഗൈസ്. അപ്പൊ ആരെങ്കിലും മുംബൈ വരുന്നുണ്ടെങ്കിൽ അപ്പോ മുംബൈ നിങ്ങൾക്ക് ആർക്കെങ്കിലും മുംബൈ ചുറ്റണമെങ്കിലും എന്ത് ആവശ്യത്തിനും നമ്മളെ മഹേന്ദ്ര സിംഗിനെ വിളിച്ചാൽ മതി അല്ലേ. मैं मेरे सब्सक्राइबर को आपका नंबर मिलेगा, दिएगा. ओके, वो सब अच्छा है ना? ഓക്കെ ബൈ ഗൈസ്. പാവാണ് കേട്ടോ ആള്, നമ്മളെ കൊണ്ടാക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മുംബൈ വരാണെങ്കിൽ, നിങ്ങൾക്ക് സ്ഥലങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഓനെ വിളിച്ചാൽ മതി. നമ്മൾ പ്ലാറ്റ്ഫോം ഏതാ ഹിബ? 17 അല്ലേ ഗൈസ്? അപ്പോൾ നമ്മൾ ട്രെയിൻ വരെ 17ാമത്തെ പ്ലാറ്റ്ഫോമിലാട്ടോ. ഇവിടെ 18 പ്ലാറ്റ്ഫോം ഉണ്ട്. നോക്ക് 14, 15, 16, 17 ഈ വഴി കൂടെ കേട്ടോ. നമ സ്ലീപ്പിംഗ് പോഡ്സ് ഗൈസ്. ഇത് നമ്മളെ മറ്റേ ക്യാപ്സ്യൂൾ സ്ലീപ്പിംഗ് ഇല്ലേ ഹിബ? ഒരു ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു റൂം പോലത്തെ, ഒരു വാഷിംഗ് മെഷീൻ പോലത്തെ ഒരു റൂമിൽ നമ്മൾ സ്റ്റേ ചെയ്യില്ലേ, അതാട്ടോ ക്യാപ്സ്യൂൾ റൂംസ് ആണ്. അത് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ പോകാൻ പോകുന്ന ട്രെയിൻ ഒരു പ്രത്യേക ട്രെയിൻ ആട്ടോ. ആ ട്രെയിൻ എന്താണെന്നുള്ള ഞാൻ കാണിച്ചു തരാം. കിടിലൻ ട്രെയിൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ട്രെയിൻ ഇതാണ് കേട്ടോ. നോക്ക്, തേജസ് എക്സ്പ്രസ് ഗൈസ്. ഇതിന്റെ ഉൾഭാഗം നോക്ക്, നല്ല സെറ്റപ്പ് അല്ലേ, നല്ല അടിപൊളി ട്രെയിനാണ് ഗൈസ്. ഇതിന്റെ കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട് ഗൈസ്. ഇവ കേറുന്നുണ്ട്, കേറ് ഗൈസ്. എന്ത് വൃത്തിയുള്ള ട്രെയിനാ നോക്ക്. ഇവിടെ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി മെട്രോയിലൊക്കെ ക്ലോസ് ആവുന്ന പോലെ ക്ലോസ് ആവും. എങ്ങനെയുണ്ട് ഗൈസ്? നോക്ക്, ഇവിടെ സ്ക്രീനൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക്, മറ്റേ ടച്ച് സ്ക്രീന് സംഭവങ്ങൾ, പിന്നെ ഇൻഫോർടൈൻമെന്റ് ഒക്കെ ഉണ്ട്. ഇവ അടിപൊളിയല്ലേ? സ്ക്രീനിൽ TV ഒക്കെ കാണാം. പക്ഷെ ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു കേടായിക്കിന് തോന്നുന്നു. ഇറങ്ങിയപ്പോഴൊക്കെ അടിപൊളിയായിരുന്നു ഗൈസ്. നമുക്ക് കിട്ടിയ സ്ഥലം ലേശം മോശമായിപ്പോയി അല്ലേ. ഇവിടെയൊക്കെ നോക്ക്, പക്കാ വിൻഡോ വ്യൂ അതിന്. അത് നമുക്കില്ല. നമുക്ക് കുറച്ചു നേരം ബാക്കിലൊക്കെ ഇരിക്കുക, ആൾക്കാർ വരണ പോലെ. ഓക്കെ ഗൈസ്, ഈ തേജസ് എന്ന് പറഞ്ഞ ഒരു പ്രൈവറ്റ് ട്രെയിൻ ആട്ടോ. ഒരു ഗവൺമെന്റ് എന്തോ ഒരു കൊളാബറേഷൻ ഉണ്ട് തോന്നുന്നു. അതിനെ കൊണ്ടാണ് ഇത്രയും മെയിൻ്റനൻസും സംഭവങ്ങളൊക്കെ അടിപൊളിയാണ്. പക്ഷെ സ്ക്രീൻ വർക്കിംഗ് അല്ല. എങ്കിൽ ചോറൊക്കെ തിന്നാണെങ്കിൽ ഇതും കൊണ്ട് എടുക്കാം. കണ്ട സെറ്റപ്പ് അല്ലേ? ലാപ്ടോപ്പ് ഒക്കെ വെച്ച് വർക്ക് ചെയ്യാം. അതിലൊക്കെ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ ഉള്ള പോലെ നൈസായിട്ട് നെക്കി കൊടുത്താൽ നൈസ്. അപ്പം ഇതാട്ടെ ഞാൻ പറഞ്ഞ സംഭവം കണ്ടോ, നമുക്ക് കാലൊക്കെ നല്ല സുഖമായിട്ട് നീട്ടി വെച്ച് പോവാം. പക്ഷെ ഇതിൽ ഈ ജനശതാബ്ദി ടൈപ്പ് ട്രെയിനാണ് ഹിബാദ്, മനസ്സിലായോ? നമുക്ക് ഇങ്ങനെ കിടന്നുറങ്ങി അങ്ങനത്തെ കോച്ചല്ല, ഫുള്ള് ഇങ്ങനത്തെ ഇരിക്കുന്ന കോച്ചാണ് ഇതിലുള്ളത്. കണ്ട, ഇങ്ങനെ പോവാ നല്ല സുഖമായിട്ട് ഇങ്ങനെ കിടന്ന് ഫ്ലൈറ്റ് ആണ് ഇത് സംഭവം, മനസ്സിലായോ? അതുപോലെ തന്നെ നമ്മൾ ഈ ലിവർ പിടിക്കുകയാണെങ്കിൽ ഹിബ ഒന്ന് കാണിച്ചു കൊടുക്ക്. ആ കണ്ട ഗൈസ്, നമുക്ക് ഒന്നുകൂടി ചാര. അപ്പോൾ ഈ ലിവർ നോക്കിയാൽ നമുക്ക് ഒന്നുകൂടി ചാഞ്ഞിരിക്കും കേട്ടോ ഗൈസ്. കിട്ടിലും കുഷ്യന് എല്ലാ സംഭവങ്ങളുള്ള സൂപ്പർ സീറ്റ് കേട്ടോ. പത്രം വരുന്നുണ്ട്, പത്രം. ഓക്കെ, താങ്ക് യു. നോക്ക്, പത്രമൊക്കെ കൊണ്ടു തരുന്നു ട്രെയിനിൽ, വേറെ ലെവലല്ലേ അല്ലേ ഇതാ? എന്നേലും നമുക്ക് പത്രം കൊണ്ടു തന്നിക്കണോ ആരെങ്കിലും ട്രെയിനിൽ ഉണ്ടോ? പറയും. ഓ, മലയാള പത്രം ഗൈസ്. നോക്കി, ഹിന്ദുസ്ഥാൻ ടൈംസ് ആട്ടോ കൊടുക്കുന്നത്. അതാ മഹാരാഷ്ട്രയിലെ മെയിൻ വാർത്തയാണ് ഇപ്പോൾ പുതിയ CM ആയത്. ഷിൻഡെ വിൻസ് ബിഗ് പ്രോമിസസ് ആൻഡ് എക്സ്പ്ലോസീവ് ഗവൺമെന്റ് ഗൈസ്. ഈ ഷിൻഡെ എന്ന് പറയുന്ന ഇയാളുണ്ടല്ലോ, ഈ ഇവരെ മുഖ്യമന്ത്രി ഇല്ലേ, ഇങ്ങനെ ആദ്യം ടാക്സി ഓടിച്ച് നടത്താൻ മുംബൈയിൽ. ടാക്സീൻ്റെ സംഭവത്തിൽ നിന്ന് അങ്ങനെ കുറേ കാലം കഴിഞ്ഞ് ഈ ഇലക്ഷനിലൊക്കെ നിന്ന് ജയിച്ച ഒരാളാട്ടോ. എന്നിട്ട് മൂപ്പർ ആദ്യം ശിവസേനയിലേനും പിന്നെ BJP ചേർന്നു. അങ്ങനെയാണ് ഞാൻ കേട്ടത്. ഓ, ഹിബന്റെ ഒരു സംഭവേ. ഹിബ നാട്ടിൽ നടക്കുന്ന ഓൾക്കാരുണ്ട്. ഓൾക്ക് ബോളിവുഡും ഇതാരാ നല്ല രസമുള്ള പെണ്ണിട്ടോ. നമ്മളെ പേരെന്താ? ഹിബ രാകുൽ പ്രീത്. ഇതാരാ? ഓ, ഹിബ ആ ചെക്കൻ്റെ മസിലൊക്കെ നോക്കിയിരിക്കുക ഗൈസ്. വായോ നോക്കിയാ ഗൈസ്. എനിക്ക് മസിലില്ലാത്തതിന് ഇപ്പൊ ആർക്കാ മസിലൊക്കെ നോക്കിയിരിക്കുന്നു. ഐ ഹേറ്റ് യു.
എനിക്കറിയാം, ഞാൻ ഈ പെണ്ണിന്റെ മുഖത്തേക്ക് പോലും നോക്കിയിട്ടില്ല, അറിയോ? ഇത് ഫുഡ് ഉണ്ടെന്ന് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ട്രെയിൻ മതി പറഞ്ഞത്. അല്ലെ എനിക്ക് വലിയ ഇഷ്ടമില്ലേ. ഇതില് നല്ല കറക്റ്റ് ടൈമിൽ നല്ല കിടിലം ഫുഡൊക്കെ കൊണ്ടുപോയത് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 540 അങ്ങനെ എന്തോ വന്നു ഫുഡിന് ഈടാക്കിയ. പിന്നെ ഞാൻ വിചാരിച്ചു എപ്പോഴും ഊള ട്രെയിനിൽ കയറണ്ടല്ലോ, ഒരു എക്സ്പെൻസീവ് ട്രെയിനിൽ കയറാൻ, അങ്ങനെ ഇതിലേക്ക് കയറിയതാണ്. അവിടുന്ന് ഇങ്ങോട്ട് വന്നപ്പോ ലോക്കൽ ട്രെയിനിലേന് വന്നു. ഗൈസ് അത് ശരിയാട്ടോ, ഇത് ഭയങ്കര എക്സ്പെൻസീവ് ട്രെയിനാണ്. അതായത് എത്ര റുപ്യാന്ന് പറയാം, നമ്മൾ പോകുന്ന സ്ഥലത്തേക്ക് എനിക്ക് തോന്നുന്നു ഒരു 3000 റുപ്യൻ്റെ മേലെ ചാർജ് വന്നിക്കണം ഒരാൾക്ക് ഈ ഇരിക്കുന്ന ഈ സീറ്റിന്, മനസ്സിലായോ ഗൈസ്? അപ്പോൾ ഈ ഒച്ചയും വേളയുള്ള ഈ സാധനത്തിൻ്റെ ബാക്കിലാണ് നമ്മളെ E1 വന്നിട്ടുള്ള സീനായി. ട്രെയിൻ ഗവൺമെന്റ് ആണ് പ്രൈവറ്റ് ആണോ? ലോക്കോമോട്ടീവ്സ്, കോച്ചസ്, പിന്നെ ലോക്കോ പൈലറ്റ്, ഗാർഡ്സ് ആൻഡ് സെക്യൂരിറ്റി ആൾക്കാരൊക്കെ അല്ലേ, ഇവരൊക്കെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ, ഇന്ത്യൻ റെയിൽവേന്റെ. പക്ഷേ നോക്ക്, പക്ഷെ എന്താ സർവീസ്, ഫുഡ്, ടിക്കറ്റിങ്, പിന്നെ റീഫണ്ട്, പാർസൽ കാര്യങ്ങളൊക്കെ അല്ലേ, ഹൗസ് കീപ്പിംഗ് ഒക്കെ അതൊക്കെ പ്രൈവറ്റുള്ള ആൾക്കാരെ ചെയ്യാം, മനസ്സിലായോ? അതിനെക്കൊണ്ട് ആ പ്രൈവറ്റൈസ്ഡ് ട്രെയിൻ എന്ന് പറഞ്ഞത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് നമുക്ക് തേജസ് എക്സ്പ്രസ് ഈ സെമി ഹൈ സ്പീഡ് ഫുള്ളി എയർ കണ്ടീഷൻഡ് ട്രെയിൻ ആട്ടോ. അതായത് ഇതുപോലത്തെ ആകെ 3 ഉള്ളൂ. അതിൽ 3 ഒന്ന് വന്ദേ ഭാരത് എക്സ്പ്രസ്സും മറ്റേത് ഗാട്ടിമാൻ എക്സ്പ്രസ്സും. ഇപ്പം ടോപ്പ് 3 സ്പീഡുള്ള ട്രെയിനിൽ നമ്മൾ പോകാൻ പോകണം ഇന്ത്യയിലുള്ള. അതിനെക്കൊണ്ട് ഐ ആം എ ബിഗ് ഫാൻ ഓഫ് ദ ഇന്ത്യൻ റെയിൽവേസ്. ഐ ആം ദ ബിഗ് ഫാൻ ഓഫ് ബസ്. ഇപ്പൊ ബസ്സിന്റെ ആളാണ്. ബിക്കോസ് വേറെ ഒന്നുമല്ല, നമ്മൾക്ക് കിടന്നുറങ്ങുക, അതാണ് ഇവിടെ മെയിൻ എയിം എന്ന് പറയുന്നത്. അതിനെ കൊണ്ടല്ലേ ഇവന്റെ നാട്ടില് റെയിൽവേ ഇല്ലാത്ത സീനാലേ. ഇപ്പൊ തന്നെ കിടന്നുറങ്ങും. നമുക്ക് ട്രെയിന് കേറിയാൽ അപ്പം കിടന്നുറങ്ങും. ഇഷ്ടം. അപ്പൊ വണ്ടി എടുത്തിട്ടോ ബാക്കിലോട്ടാ പോവാ. എന്ത് ഒരു രസല്ലേ അങ്ക് എന്റെ പഴയ കാലത്തേക്കൊക്കെ റിവൈൻഡ് അടിച്ച എന്റെ ചളി റീൽസ് ഒക്കെ ഉള്ള സമയത്തേക്ക്. ഇത് ബാക്കിൽ പോണ ട്രെയിനാ. ബൈ ബൈ മുംബൈ, താങ്ക്സ് ഫോർ ദ മെമ്മറീസ്. അല്ലേ ഹിബ? പൊളിയായില്ലല്ലോ മുംബൈ അല്ലേ? അപ്പൊ നമ്മളെ കാഴ്ചകൾ തുടങ്ങിട്ടോ. പക്ഷെ ഇത് ബാക്കോട്ടാ പോകുന്നത്, വല്ലാത്ത ചതിയായി പോയി ഹിബ. ഇതൊക്കെ ഹിബ അങ്ങൊരു സർപ്രൈസ് ഇട്ടേ. ഹിബ ഉറങ്ങ് സർപ്രൈസ് തരാം. ലൈറ്റ് ഇവിടെയുണ്ട്. ഈ ഉറക്കി അന്നാ വർക്ക് ചെയ്യാൻ ശ്രമിക്കില്ല, എന്റെ കണ്ണിലേക്ക് അടിക്കുക. ഇത് നമ്മൾ സാധാരണക്കാർക്ക് പറ്റിയ ഏറ്റവും എക്സ്പെൻസീവ് ട്രെയിനാട്ടോ ഇന്ത്യയിലുള്ള. ഇതിലും വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ട്രെയിൻ ഉണ്ട് ഗൈസ്, മഹാരാജാസ് ട്രെയിനോ, മഹാരാജ എക്സ്പ്രസ്. അതുപോലെ തന്നെ പാലസ് ഓൺ വീൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 3-4 ട്രെയിൻ ഉണ്ട്. അതിലും നമുക്ക് കയറാൻ പറ്റില്ല. എത്ര 5 ലക്ഷം 3 ലക്ഷമൊക്കെയാണ് തോന്നുന്നത് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത്. ഇത് ഏതൊരു പൂച്ച തലട്ട് ട്രെയിന്. അപ്പൊ നോക്ക് എന്തൊക്കെ ഫുഡ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. വെള്ളം വരുന്നുണ്ട് തോന്നിയ ആൾക്കാർക്ക് വെള്ളം കുടിച്ച് വിശപ്പ് തീർക്കും. അപ്പൊ നമുക്ക് വെള്ളം വരുന്നുണ്ട്. ഓക്കെ വെള്ളം നമുക്ക് ഇവിടെ സ്റ്റോക്ക് ചെയ്യാം. ഇപ്പൊ താജത്തെ വെള്ളം അടിച്ചു മാറ്റിയത് അവിടെ കഴിഞ്ഞോ? താജത്തെ കുപ്പിന്ന് ഹിബ വെള്ളം വരെ അടിച്ചു മാറ്റിട്ടോ. അതവിടെ വെച്ചിരിക്കണം. ആ കുപ്പിയില്ല. താജത്തെ വെള്ളം മതി. ഇന്ത്യൻ്റെ വെള്ളത്തിനെക്കാട്ടി നല്ല ഇഷ്ടപ്പെട്ടിക്കണോ താജത്തെ വെള്ളം? നല്ല ടേസ്റ്റുള്ള വെള്ളം കേട്ടാ. ബിസ്ക്കറ്റ് ഇട്ടാവുക അത് കൊണ്ടുവരുന്നുണ്ട്. ചങ്ങ നല്ല ഗ്രാമ കാഴ്ചകൾ, അടിപൊളി ഗ്രാമം കാണുന്നുണ്ട്. ഇവിടെ
കിടന്ന് ഉറങ്ങുന്നു. എവിടെ വന്നാലും ഉറക്കന്നെ അവളെ പണി. സെറ്റാക്കി കിടക്കാം. എണീച്ച് കോഫി കുടിച്ചിട്ട് കിടക്കാം. ഓക്കെ, സെറ്റല്ലേ? ചായ ഉസ്കോ കോഫി മേനേക്കോ ചായ. ഓക്കെ, ഉസ്കോ കോഫി പാർലെ ബിസ്ക്കറ്റ് और എന്താ കാർഡമം ചായപ്പൊടി, ഇൻസ്റ്റന്റ് ചായപ്പൊടി ഇട്ടാ സെറ്റ്. ചായ ഉണ്ടാക്കുക ഹിബ കഴിഞ്ഞിട്ട് വേറെ ആളുള്ളൂ. സോറി കോഫി എങ്ങനെയുണ്ട്? പൊളി സെറ്റപ്പ് അല്ലേ? ഈ നേരത്തെ പുച്ഛിച്ചു. ഇപ്പൊ എങ്ങനെയുണ്ട് ഹിബ? എല്ലാം കൂടിയാണ്, മനസ്സിലായോ? കലക്ക് തെറുക്ക് കലക്ക്. ഓ ഇൻസ്റ്റന്റ്. ഇവ നല്ലൊരു ചായടിക്കാരിയാ ഗൈസ്. ഉറക്കത്തിന് എണീച്ചില്ലേ ഗൈസ്? ഫുഡിന്റെ മണം കേട്ട, ചായന്റെ കോഫിന്റെ മണം കേട്ട അപ്പൊ എണീച്ച്. അതുവരെ കിടന്നു. ചെറിയ മണം കിട്ടിയാൽ മതി. കണ്ണു നല്ല ചായ. ഏതാ? മാരിഗോൾഡാ? മാരിഗോൾഡ് ഫാൻസ് ഉണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. ഹിവ മാരിഗോൾഡ് ഭയങ്കര ഇഷ്ടമല്ലേ ഹിവക്ക്? ഹിബ വൈഫ് കിട്ടുമെന്ന് നോക്കാണ്. എന്നിട്ട് വേണം ഹിബക്ക് ഹിബന്റെ റീൽസ് ചെക്ക് ചെയ്യാനല്ലേ ഹിബ? ഹിബക്ക് ഹിബന്റെ റീൽസ് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു 10 പ്രാവശ്യം കണ്ടില്ലെങ്കിൽ എന്തോ ഒരു സങ്കടം. ഓക്കെ നോക്ക്, ഞാൻ ഹിബക്ക് വെജ് ആട്ടോ. സാധനം ഇവിടെ കുറച്ചു നേരത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചതാണ് അല്ലേ ഹിബ? ഹിബക്ക് ഇത് കെലോയ്സ് കോൺഫ്ലേക്സ് ഉണ്ട്. എന്താ സാധനം? കെച്ചപ്പ്. എന്താ പഞ്ചസാര. മോൻ ഹിബന്റെ ഫേവറേറ്റ് അച്ചാറ്. പിന്നെ ഗൈസ് ഒരു കേക്ക് ഉണ്ട് കേട്ടോ, ചോക്കോ കേക്ക്. ബുദ്ധിപരമായിട്ട് നീങ്ങിയതാ. നമ്മളിങ്ങൾക്ക് അറിയുന്നല്ലേ, നമ്മളെ മറ്റേ ഈ ട്രെയിനിലുള്ള ഫുഡ് കുറച്ച് ഷോക്കായിരിക്കും. അപ്പൊ ഞാൻ ഒന്ന് വെജും ഒന്ന് നോൺ വെജും പറഞ്ഞ് ബുദ്ധിക്ക് കളിച്ചാണ്. പക്ഷെ ഈ മണ്ടത്തേക്ക് അത് അറിയില്ല. നിനക്കായി മോഹത്തിൻ മൗനജാലകം തുറക്കാം ഞാൻ, ചിരി നീട്ടും അഴകേ. ദൂതേ. ഓക്കെ, അപ്പൊ ഹിബയുടെ നോൺ വെജ് ആണ് നമ്മൾ ആദ്യം തുറക്കാൻ പോകുന്നത്. തുറക്കും. എന്താ ഉള്ളത്? കട്ട്ലേറ്റ്, അതും ലവ് ഷേപ്പ്. കടവുള അഴിച്ചു കയറ്റിക്കാം. ഇതിലെന്താ? ഓഹോ, അതിന്റെ മേലെ തന്നെ വെച്ച് ബ്രെഡ്. ഇത്രയും വിവരമില്ലാത്ത സാധനം. അവിടെ ബ്രെഡ് ഓംലേറ്റ് എഴുതി വെച്ചു, എന്നിട്ട് ഓംലേറ്റ് മാത്രം തിന്നാ. ബ്രെഡ് ഇതിൽ പൊതിഞ്ഞു വെച്ചത് എപ്പോഴാ കിട്ടും? ഈ സപ്പം എന്താ ഇവിടെ ലോക്കൽ സാധനം പോകാൻ പറയും. നമ്മളല്ല വെജിന്റെ ആൾക്കാരാ, ഞങ്ങളൊക്കെ വെജാ. നോൺ വെജ് അയാൾ തരുന്നില്ല. അപ്പൊ ആദ്യം അവിടെ വെച്ച് പോയി. ഓക്കെ, ഫസ്റ്റ് തന്നെ ഗൈസ് നമ്മൾ കൊത്തു പൊറോട്ട എന്നൊക്കെ പറഞ്ഞ പോലെ സ്റ്റഫ്ഡ് പൊറോട്ട കേട്ടോ. സ്റ്റഫാണോ? അപ്പൊ നമുക്ക് നോക്കി നോക്കാം. ഇതെന്തോ സാധനം? ചപ്പാത്തിയോ? ഗൈസ് ബനാന ഉണ്ട് കേട്ടോ. ബനാനൊക്കെ ഉണ്ട് അല്ല. വെജ് കട്ട്ലേറ്റ് ഗൈസ്, 2 വെജ് കട്ട്ലേറ്റ്. അക്കൊന്നല്ലേ ഉള്ളേനു. ഇതിന്റെ കട്ട്ലേറ്റ് ജീരകൊക്കെ ഇടും കേട്ടോ. ജീരകൊക്കെ ഇടും ഇതാ കട്ട്ലേറ്റില്. അപ്പൊ നിങ്ങൾ വിചാരിക്കും കഴിഞ്ഞു ഒന്നും ഇല്ല, അടുത്ത സാധനം വരുന്നുണ്ട്.
താങ്ക്സ്. കോൺഫ്ലേക്സ് ഒക്കെ തിന്നൂലേ? സാൻഡ്വിച്ച്. അപ്പൊ ഞാൻ ബാത്റൂമിലൊക്കെ ഒന്ന് വന്നതാണ്, ടോയ്ലറ്റിൽ വന്നതാണ്. ടോയ്ലറ്റിലൊക്കെ എന്തൊക്കെയോ സ്മോക്ക് ഡിറ്റക്ടർ ഒക്കെ ഉണ്ട് കേട്ടോ. സ്മോക്ക് ഡിറ്റക്ടർ, പിന്നെ മറ്റേ എക്സോസ്റ്റ്, ഇത് മറ്റേ ആദ്യം ഇവിടെ ഓട്ടോമാറ്റിക് പൈപ്പ് അതൊക്കെ മാറ്റി ഇങ്ങനത്തെ പൈപ്പ് ആക്കിച്ചോ. പിന്നെ ഇതെന്താ സാധനം? പിന്നെ ഹാൻഡ് വാഷ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ സീറ്റിന്റെ മേലെ മൂടുന്ന സാധനം കേട്ടോ. നമുക്ക് ഇതിന്റെ മേലെ ഇരിക്കണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ സീറ്റിന്റെ സംഭവം ഉണ്ട് തോന്നുന്നു. പിന്നെന്താ കാര്യമായിട്ടൊന്നുമില്ല, ഇതൊക്കെ തന്നെ ഉള്ളു. പക്ഷെ ഒരു വെറൈറ്റി ലുക്ക് ഉണ്ട്, ചെറുതായിട്ടൊരു പ്രീമിയം ലുക്ക് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പൊ ഞാൻ ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങി പുറത്തേക്ക് വന്നപ്പോ കണ്ട കാഴ്ച നല്ല മഴ കേട്ടോ ഗൈസ്. അപ്പോൾ ഒരു ഉറക്കൊക്കെ ഉറങ്ങി എണീച്ച് ഞാൻ ഹിബൊക്കെ എമ്മാരി ഉറക്കില്ല ഹിബ. അപ്പോൾ ഇതിന് അടുത്ത് നമ്മളെ ലഞ്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ലഞ്ച് തിന്നാ എന്തൊലക്കാണോ തരാം. ഞാൻ വെജാ ഗൈസ്, സാമ്പാറും ചോറും ആയാൽ മതി. നമുക്കെന്താ ഇവക്ക് എന്തായാലും മറ്റേ ബിരിയാണി ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ, ചിക്കൻ ബിരിയാണി. ഒരാളെ സൂപ്പർ റെഡി ഇടാം. ഇങ്ങനെയുണ്ട്, നല്ല ടേസ്റ്റല്ലേ? എങ്ങനെയാണ് ഈ ട്രെയിൻ ട്രിപ്പിനെ പറ്റി എന്താ അഭിപ്രായം? ഫുള്ള് തിന്നാനും കുടിക്കാനൊക്കെ കറക്റ്റ് സമയത്ത് ഫ്ലൈറ്റിലുള്ള പോലെ വരുന്നില്ലേ? അതിന് വേണ്ടി ഞാൻ അത് ബുക്ക് ചെയ്ത വ്യത്യസ്തമായ ഒരു അനുഭവം അല്ലേ? ഓക്കെ വെജ് ഇതിലെന്താണ് ഉള്ളത്? പനീർ ഡിഷ് ഉണ്ട്, ദാൽ തഡ്ക ഉണ്ട്, ഷീറ എനിക്കറിയില്ല, പുലാവ്, പരിപ്പിനെന്തോ സാധനം. ഇത് പനീരിന്റെ ഡിഷ് ആട്ടോ. പിന്നെ അതൊരു മധുരം, ഇതിന്റെ പേരെന്താന്ന് അറിയില്ല. പിന്നെ ഇതെന്താ? പൊട്ടാറ്റോ കുത്താറ്റോ ഒക്കെ ഉള്ള സാധനം. തൈര് ഗൈസ്. ഗൈസ് പുലാവിന്, ചോറിന് ഇവിടെ പുലാവ് എന്നാ പറയാ അല്ലേ? അപ്പൊ ഹിബന്റെ നോൺ വെജ് വന്നിട്ട് പുലാവ് ആകെയുള്ളത് ബോൺലെസ് ചിക്കനാണ്. പിന്നുള്ള ദാൽ തടുക്ക, ബാക്കിയൊക്കെ സെയിമാ ഹിബ. ആകെ 2 ദിവസം ചിക്കനേ ഉള്ളൂ. അതിനോളത് ഇത്ര അഹങ്കാരം. അപ്പൊ നമ്മള് ലക്ഷറി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ നമ്മള് ലക്ഷറി, പാവപ്പെട്ടവരുടെ ലക്ഷറി ട്രെയിനിൽ നിന്ന് ഇറങ്ങി നമ്മളൊരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. ഈ സ്ഥലം ഏതാ ഹിബ? ഇനി പറഞ്ഞു കൊടുത്തോ, അല്ലെങ്കിൽ വേണം അവിടെ എത്തുമ്പോ കാണിച്ചു കൊടുക്കാം അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന സ്ഥലമാണ്, പക്ഷെ എല്ലാവരുടെയും ഇഷ്ട സ്പോട്ടാണ്. ഗോവയിൽ എത്തിയിരിക്കുകയാണ് അല്ലേ ഫസ്കാക്ക? ഗോവ കാണിച്ചു കൊടുക്കൂ. ഗോവ ഈസ് ബ്യൂട്ടിഫുൾ. ഗൈസ് അപ്പോ ഗോവയിലും മുംബൈയിലെ മഴ ഗോവയിലും ഉണ്ട്, അതേ മഴ തന്നെ കേരളത്തിലുമുണ്ട് അല്ലേ ഹിബ? എന്നിട്ടിപ്പോ നോക്കൂ, നമ്മള് ഫുള്ള് റെയിൻകോട്ടൊക്കെ ഇട്ട് ഫുള്ള് സെറ്റ് ആയിട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ ഹിബ? ഫുള്ള് ചുറ്റിലും കാണിച്ചു കൊടുക്ക്. മോനെ ഗോവ ഫുള്ള് മഴയാണ്. പക്ഷെ മഴത്ത് ഗോവ ഒരു വേറെ തന്നെ ഒരു മൂടല്ലേ ഹിബ? നല്ല സുഖമുണ്ട്, നല്ല തണുപ്പുണ്ട്. അതെ, നമ്മള് വെറുതെ മുംബൈയിൽ നിന്ന് ഗോവയും ടച്ച് ചെയ്തിട്ട് ഇനി വീട്ടിലേക്ക് പെരുന്നാളൊക്കെ അടിച്ചു പൊളിക്കാൻ പോവാന്ന് വിചാരിച്ചു അല്ലേ? അതല്ലാതെ നമ്മൾ എവിടേക്ക് പോണോ അവിടൊക്കെ മഴ ചെയ്യാണ്. അതെ, നമ്മളൊരു മഴദേവതായി മാറിയിട്ടുണ്ടല്ലേ ഇപ്പൊ? കടകളൊക്കെ ഫുൾ ഓപ്പൺ ആണ്, ഫുഡൊക്കെ ഫുൾ ടൈം റെഡിയാണ് അല്ലെ? ഗോവയിൽ KFC ഒക്കെ ഒരു വേറെ തന്നെ ടൈപ്പ് ബിൽഡിംഗ് ആണ്. നമ്മള് മിനിയാന്ന് അവിടുത്തെ ഒരു ഫുഡ് കഴിച്ചത് നല്ല രസമുണ്ടായി. ആൾക്കാരൊക്കെ കുറവാണ്, മഴ ആയതുകൊണ്ട് എല്ലാവരും ഓൺലൈൻ ഡെലിവറി ആണ് തോന്നുന്നത്. പക്ഷെ നോക്ക്, ഇതിന്റെ ഒരു ബിൽഡിംഗ് ഒക്കെ ഒരു വേറെ തന്നെ രസമല്ലേ?
കൂടുതൽ ഷോപ്പിങ്ങിന്റെ സംഭവം റെയിൻകോട്ട്, പിന്നെ കൊട, പിന്നെ സാധാരണ പോലെ ഡ്രസ്സൊക്കെയാണ്. ഇതൊക്കെ ഗൈസ് നമ്മൾ ബാഗാ ബീച്ചിൽ അല്ലെങ്കിൽ എമ്മാര് തിരക്കുണ്ടാവേണ്ടിയാണ്. ഇപ്പൊ ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ല. എന്നാ ഗോവൻ ബസ്സൊക്കെ കലാങ്കോട്ടെ ബീച്ച് ടു കെൻഡോലി പനാജി. മാഗി ഗൈസ് അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് മാഗി ഇന്ന് വേണ്ടി വന്നാൽ ബിക്കോസ് നമ്മൾ നേരത്തെ 11 o'clock ഹിബ ചോറ് അല്ല 12 മണിക്കല്ലേ 12 മണിക്ക് ഹിബ നല്ല നോർത്ത് ഇന്ത്യൻ താലിയും സംഭവങ്ങളൊക്കെ തിന്നാണ്. ഞാനാണെങ്കിൽ പൂരി ബജിയൊക്കെ തിന്നാ ഒരു 3, 4, 5, 6 എണ്ണം. അതിനെ കൂടി ഇപ്പോൾ ലൈറ്റ് ആയിട്ടൊരു മാഗി അടിക്കാം അല്ലേ. പിന്നെ നമ്മൾ ഇന്ന് രാത്രി പോകും. അതെ ഗൈസ് ഇത് നമ്മളെ ലാസ്റ്റ് ദിവസമായിട്ട് നമ്മൾ മുംബൈയിൽ നിന്ന് ഗോവ വന്നു. ഇനി നമ്മൾ ഗോവയിൽ നിന്ന് ഇന്ന് രാത്രി പോകും. ഇന്ന് ഒരു ചെറിയൊരു പരിപാടി കൂടി ഉണ്ട് ബിക്കോസ് ഇന്ന് ഹിബക്ക് 100K അടിച്ചിരിക്കുകയാണ് ഇന്നലെ അല്ലേ ഹിബ. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു കേക്ക് കട്ടിങ് സെറമണി ഉണ്ട് അല്ലേ ഹിബ. അത് ഗോവയിലാണ്. പാർട്ടി ഇല്ലേ പുഷ്പ? അതന്നെ ഗൈസ് പാർട്ടി ഉള്ള പുഷ്പക്ക് വേണ്ടി നമ്മൾ ഗോവയിൽ വന്നിട്ടാണ് ഇനി പാർട്ടി നടത്താൻ പോകുന്നത് അല്ലേ. ഹിബ മാഗി തിന്നുന്നുണ്ട്. ഇങ്ങനെയുണ്ട് മസാലയും കോഴിമുട്ടി എന്തൊക്കെ വായി വലിച്ചിട്ടിരിക്കണം. അപ്പൊ നോക്ക് നല്ല കലാങ്കോട്ടെ ബീച്ചിൽ ഞാൻ ഹിബ ഇങ്ങനെ ഇരിക്കല്ലേ. ഹിബ എന്താ പരിപാടി? വലിയ കേക്കാണല്ലോ ഗൈസ്. ഞാനിവിടെ തന്നെ ഉണ്ട് കേട്ടോ. നമ്മളെ ഹിബക്ക് വേണ്ടിയിട്ട് കേക്കൊക്കെ വാങ്ങി സെറ്റാക്കി. ഹിബക്ക് ഭയങ്കര ആഗ്രഹം 100K അടിക്കണം ഇൻസ്റ്റാഗ്രാമിൽ അല്ലേ. ഇനി എത്ര K അടിക്കണ്ടേ? 500. ഓ കുറച്ച് കൂടുതലല്ലേ ചേട്ടാ? കുറച്ച് കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ അല്ലേ. ഓക്കെ ഗൈസ് എന്തായാലും നമുക്ക് ഹിബയുടെ 100K ആഘോഷം ഇവിടെ തുടങ്ങാം. ഹിബന്റെ 100K ആഘോഷം ഇൻസ്റ്റാഗ്രാം അല്ലേ ഹിബ. ഇനി ഹിബന്റെ വെർട്ടിക്കൽ റീൽസുകളൊക്കെ കാണണമെങ്കിൽ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാം. എന്നാണോ എന്തായാലും ഗൈസ് അങ്ങനെ നമ്മള് ഗോവയിൽ നിന്ന് നോക്കൂ ഗോവയുടെ ആനന്ദസാഗരമായി കിടക്കുന്ന ഗോവ. അപ്പൊ എന്തായാലും ഗൈസ് ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാം, നമ്മൾ മറ്റു വീഡിയോ ഇടിച്ചേക്കാം. അതെടുക്കും.